തക്കാളിയുടെ അരി നേരിട്ട് പാകുന്നതിന് പകരം 24 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കണം. എന്നിട്ട് കുതിർത്ത വിത്ത് പോട്ടിംഗ് മിക്സ്ചർ നിറച്ച പാത്രങ്ങളിൽ ഇതുപോലെ പാകണം. ഇവിടെ ഞാൻ പോട്ടിംഗ് മിക്സ്ചർ നിറച്ചിരിക്കുന്നത് 1 ലിറ്ററിൻ്റെ കുപ്പി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഹാഫ് ബോട്ടിലാണ്. വിത്തുകൾ പാകി 4-ാം പക്കം വിത്തുകൾ മുളച്ചു നിൽക്കുന്നത് കാണാം. ഇവിടെ പാകിയ വിത്തുകളെല്ലാം തന്നെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് 5-ാം ദിവസത്തെ വളർച്ചയാണ്. ഇത് 6-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും എല്ലാം നിവർന്നു നിന്നു. കുറേ വിത്ത് ഒരു ഗ്ലാസ്സിൽ പാകിയത് കൊണ്ടാണ് ഇതുപോലെ വളർന്നു നിൽക്കുന്നത്. ഇതിനി നമുക്ക് വേറൊരു ടംബ്ലറിലേക്ക് പറിച്ചു മാറ്റണം. ഇനി ഒരു തൈ ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ എന്ന രീതിയിൽ നടണം. ഇതിനൊക്കെ ഒരു സ്പാറ്റുല ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ കാണുന്നത് 2 ആഴ്ച പ്രായമുള്ള തൈകളാണ്. അതായത് 4-5 ഇല വന്നിട്ടുണ്ടാകും. പറിച്ച് നട്ടിട്ട് ഇത് ഏറെക്കുറെ 1.5 മാസം പ്രായമായ തക്കാളി തൈയാണ്. 2-3 ഇല വന്ന സ്റ്റേജിൽ മാറ്റി നട്ടതാണ്. ആരോഗ്യത്തോടെ വളരാനായിട്ട് പ്രത്യേകം ഉണ്ടാക്കിയ തടത്തിലാണ് നട്ടേക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ പൂക്കൾ കുലകൊത്തി ഉണ്ടാകാൻ, കൂടുതൽ കാ പിടിച്ച് കിട്ടുന്നതിന് ചെറിയ തോതിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള NPK വളം ചുവട്ടിൽ നിന്ന് 1/2 അടി അകലത്തിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഏതാണ്ട് 1.5 സ്പൂൺ വീതം ഇട്ടാൽ മതിയാകും. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ 1/2 അടി അകലത്തിൽ ഒരു താങ്ങ് അല്ലെങ്കിൽ ഒരു PVCയുടെ പൈപ്പ് നാട്ടിക്കൊടുക്കണം. വളരുന്നതനുസരിച്ച് വള്ളി കൊണ്ട് കെട്ടി നേരെ നിർത്തുകയും ചെയ്യണം. തക്കാളി കൊലകുത്തി ഉണ്ടായി തുടങ്ങിയാൽ ഭാരം കാരണം തൂങ്ങി ചിലപ്പോൾ തണ്ട് ഒടിയാൻ കാരണമാകും. അതും നമ്മൾ PVC പൈപ്പിലേക്ക് വലിച്ചു കെട്ടി നിർത്തുകയും ചെയ്യണം. തക്കാളി കൃഷി ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1, നല്ല ഇനം വിത്ത് വേണം തക്കാളി കൃഷി ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ. 2-മത്തെ കാര്യം, ചാണകവും ചാരം, കമ്പോസ്റ്റ് ഇവയൊക്കെ ചേർത്തിട്ടുള്ള തടത്തിൽ നട്ടിട്ട് ഇടയ്ക്ക് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള NPK വളം പ്രയോഗം ചെയ്യണം. പിന്നെ 3-മത്തെ കാര്യം, വളരുന്നത്രയും പൊക്കത്തിൽ സപ്പോർട്ടിന് വേണ്ടി PVCയിൽ വള്ളി കൊണ്ട് കെട്ടിക്കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചാൽ തക്കാളി കൊലകുത്തി ഉണ്ടാകും. ഇതുപോലുള്ള കൃഷിരീതിയുമായി വീണ്ടും വരാം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.